പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും തന്നെ. ആമീൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൽ ഏറെ സ്നേഹമുള്ള ശാലോമിൻ്റെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും മുന്നമേ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടും ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് കർത്താവിനോട് ചേർന്ന് വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തുവാൻ കർത്താവ് വീണ്ടും ഒരു അവസരം നമുക്ക് തന്നതിനെ നമുക്ക് നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവിടെ യേശുക്രിസ്തുവിനെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ യേശുക്രിസ്തു ആ അധികാരത്തെ ചോദ്യം ചെയ്യുമ്പോൾ കർത്താവ് അവരോട് എന്താണ് സംസാരിക്കുക, അല്ലെങ്കിൽ കർത്താവ് അവരോട് ഏത് രീതിയിലാണ് തിരിച്ചു പെരുമാറുന്നത്? ഇതാണ് നമ്മൾ ഇന്നത്തെ പ്രധാന വിഷയം. നമ്മുടെ ജീവിതത്തിലെല്ലാം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷങ്ങളുണ്ടാകാറ്. ആ നിമിഷങ്ങളിലും ആ സന്ദർഭങ്ങളൊക്കെ ഞാൻ എടുക്കുന്ന നിലപാട് എന്താണെന്ന് നമുക്ക് സ്വയമേ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇവിടെ 20-ാം അധ്യായം 1-ാം വാക്യം 1 തൊട്ട് പറയുകയാണ്. ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടും കൂടെ അവൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എങ്ങനെയാണ്? അവൻ ഒരു ദിവസം ദേവാലയത്തിൽ സുവിശേഷം പറയുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത്, അതോടൊപ്പം തന്നെ സുവിശേഷം പറയുക. അപ്പോൾ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആരൊക്കെ വരുന്നത്? പുരോഹിത പ്രമുഖന്മാരുണ്ട്, നിയമജ്ഞന്മാരുണ്ട്, ജനപ്രമാണികളും കൂടെയുണ്ട്. അപ്പോൾ 3 കൂട്ടം ആളുകൾ ചോദ്യം ചെയ്യപ്പെടുന്നവരുടെ ലിസ്റ്റിലുണ്ട്. ഒന്ന് പുരോഹിത പ്രമുഖന്മാർ, ഒന്നാമത്തെ ആളുകൾ ഞങ്ങളാണ്, പുരോഹിത പ്രമുഖന്മാരാണ്. 2 നിയമജ്ഞന്മാരുണ്ട്, ഭയങ്കര നിയമം പറയുന്ന ചില നിയമജ്ഞന്മാർ, ജഡ്ജസ് എന്ന് വെച്ചാൽ വക്കീലന്മാരായിട്ട് നമുക്ക് നിയമം പറയുന്ന അവരാണ്, നിയമജ്ഞന്മാരുണ്ട്. പിന്നെ ജനപ്രമാണികളുണ്ട്. എല്ലാ സഭയിലും ഉണ്ടല്ലോ ജനപ്രമാണികൾ, എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിനും മുൻപിൽ നിൽക്കുന്ന ജനപ്രമാണികൾ. ഇങ്ങനെ 3 കൂട്ടം ആളുകൾ യേശുക്രിസ്തു എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർക്കണേ? ജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അതോടൊപ്പം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കും, അല്ലേ? 2 കാര്യങ്ങൾ എന്നത് ആത്മീയമായ കാര്യങ്ങളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനത്തെ പഠിപ്പിക്കുക, ഇല്ല, അതാണ് സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ സഭാമക്കളെ ദൈവരാജ്യത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും 2-ാം വരവിനെക്കുറിച്ചും ന്യായപ്രമാണത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമൊക്കെ ജനത്തെ പഠിപ്പിക്കുക. ഇത് സഭയുടെ ദൗത്യമാണ്. അതിനാണ് സഭയിൽ ആരെ നിയമിച്ചിരിക്കുന്നത്? അഭിഷിക്തന്മാരെ, ശുശ്രൂഷകരെ, ദൈവവേല ചെയ്യുന്ന ദാസന്മാരെ, ദാസരെ, ദാസികളെ, ഇവരെല്ലാം നിയമിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ പലപ്പോഴും സഭ അതിന് മുൻകൈ എടുത്ത് ചെയ്യാറുണ്ട്, അല്ലേ? മിക്ക സ്ഥലങ്ങളിലും മിഷൻ വർക്കായിട്ടും സുവിശേഷകരായിട്ടും സുവിശേഷ വേലയ്ക്കായിട്ട് സഭ പലരെയും നിയമിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തു തന്നെ യേശുക്രിസ്തു ചെയ്ത അതേ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട്. അപ്പോൾ ഈ 3 കൂട്ടം ആളുകൾ കടന്നു വന്ന് എന്താ ചോദിച്ചതെന്നറിയാമോ? അവർ അവനോട് പറഞ്ഞു, എന്ത് അധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണെന്ന് ഞങ്ങളോട് പറയുക. അപ്പോൾ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നത് ഏത് അധികാരത്താലാണ് ഇതൊക്കെ ചെയ്തത്? ഏതൊക്കെയായിരിക്കും പ്രിയമുള്ളവർ? യേശുക്രിസ്തുവിനോട് ഈ ഒരു ചോദ്യം ചോദിക്കാൻ ഈ 3 കൂട്ടം ആളുകൾ, ഇന്ന് നമുക്ക് വേറെ കൂട്ടം ആളുകളുണ്ട് കേട്ടോ. ഈ 3 കൂട്ടം ആളുകൾ അന്നുണ്ടായിരുന്നവരാണ്. ഇന്നാണെങ്കിൽ നമുക്ക് നോക്കി ന്യൂസ് അവറിലുള്ള കുറേ ആളുകൾ കാണും, അല്ലേ? നമ്മളിപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന അവരങ്ങനെയാണ്. ഏത് വിഷയത്തിന് വേണ്ടിയും വന്നിരുന്ന് ന്യൂസിൽ വന്നിരുന്ന് അല്ലെങ്കിൽ ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന, സോഷ്യൽ മീഡിയ വഴി ചോദ്യം ചെയ്യുന്ന വേറൊരു കൂട്ടം ആളുകളുണ്ട്. ചുമ്മാ എഴുതി വിടുകയാണ്, ചോദ്യം ചെയ്യപ്പെടുകയാണ്. സഭാ നേതൃത്വത്തെ, സഭാ അധികാരത്തെ, സഭയുടെ എല്ലാ പ്രവർത്തന മേഖലകളെ, സഭാ മേലധികാരികളെ, പുരോഹിതന്മാരെ, വ്യക്തികളെ എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കൂട്ടം
ആളുകളാണ്. സോഷ്യൽ മീഡിയ വഴിയുണ്ട്, പിന്നെ നമ്മൾ ചാനൽ വഴിയുണ്ട്. നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കത് ഇൻട്രസ്റ്റാണ്. അങ്ങനെ ഒരു കൂട്ടം 2 കൂട്ടം ആളുകളും കൂടി നമുക്ക് ഈ കാലഘട്ടത്തിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. അന്ന് 3 കൂട്ടം, എന്നാൽ ഇന്ന് 5 കൂട്ടം ആളുകളായിട്ട് നമുക്ക് തരംതിരിക്കും. കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നി. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് 5 കൂട്ടം ആളുകൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അവർ ചോദിച്ചതാണ്, എന്ത് അധികാരത്താലാണ് നീ ഇത് ചെയ്തത്? നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞു. ആരോട് പറയണം? ഞങ്ങളോട് പറയണം. അല്ല, നമ്മൾ ആവശ്യപ്പെടുന്ന അങ്ങനെയാണ്. ചില ജനപ്രമാണികൾ പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യാറുണ്ട്, നീ ഏത് അധികാരത്താലാണ് അതിങ്ങനെയൊക്കെ ചെയ്തത്? നീ പറ, ഞാൻ ആരാന്നറിയൂ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന പല വീഡിയോസുകളും സന്ദർഭങ്ങളും നമ്മൾ കണ്ടു കാണും. ഇവിടെ അതേ രീതി തന്നെയാണ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ ഏത് അധികാരത്താലാണ് ഇത് ചെയ്തത്? നിനക്ക് ആരാണ് ഈ അധികാരം തന്നത്? ഞങ്ങളോട് പറയാം എന്ന് യേശുക്രിസ്തുവിനോട് ഈ കൂട്ടം ആളുകൾ വന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ എന്തിനെക്കുറിച്ചായിരിക്കും പ്രിയമുള്ളവർ അങ്ങനെ ചോദിച്ചു? അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. എന്താണ് ചെയ്തത്? യേശുക്രിസ്തു ചെയ്തത് എന്താണെന്ന് ഈ 20-ാം അധ്യായം 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ പറയുന്നില്ല. എന്തിനെക്കുറിച്ചാണെന്ന് പറയുന്നില്ല. പക്ഷെ അത് അറിയണമെങ്കിൽ 19-ാം അധ്യായം 45-ഉം 46-ഉം വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും എന്താണ് യേശുക്രിസ്തു ചെയ്തതെന്ന്. ഇവിടെ പറയുകയാണ്, അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. ഇതാണ് പ്രശ്നം. ഈ പ്രശ്നത്തെ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 12 മുതൽ 17 വരെയും, മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 15 മുതൽ 19 വരെയും, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലും ഇത് പരാമർശിക്കുന്നു. 4 സുവിശേഷങ്ങളും ഈ കാര്യം പരാമർശിക്കുന്നു. അപ്പോൾ ചില സുവിശേഷങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ടാണ് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തു ചാട്ടവാറെടുത്തു. നമ്മൾ കേട്ടിട്ട് നമ്മൾ പലപ്പോഴും ഇന്ന് പറയുന്നുണ്ട്, ഈ രീതിക്ക് പോകുന്നെങ്കിൽ കർത്താവ് ചാട്ടവാറെടുക്കും, ഇവരെല്ലാം വെച്ച് കീറും എന്ന് നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതാണ് സന്ദർഭം. ഇവിടുത്തെ ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? യേശു ക്രിസ്തു ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ആട്ടിപ്പായിച്ചു, ചാട്ടവാറെടുത്ത് ഓടിച്ചു വിട്ടതിൻ്റെ പ്രതിഫലനമാണ് എന്ത്? ഈ ജനപ്രമാണികൾ, ഈ പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞന്മാർ, പിന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചാനൽ ചർച്ചയിലിരിക്കുന്നവർ, സോഷ്യൽ മീഡിയ വഴി ഇരിക്കുന്ന ആളുകളെല്ലാം ഒരു വ്യക്തി ഇങ്ങനെ ചെയ്താൽ ഈ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, നീ ഏത് അധികാരത്താലാണ്? നിനക്ക് ആരാണ് ഈ അധികാരം തന്നത്? നീ പറ, ഞങ്ങളോട് പറ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അവരോട് പോയി ചോദിക്കാമല്ലോ, അല്ലേ? അപ്പോൾ യേശുക്രിസ്തു എടുത്ത നിലപാട്, പ്രിയമുള്ളവരെ, എന്നെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും ഇന്ന് വിഷമിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ബാഹ്യള ഭദ്രാസനത്തിൽ ബോംബെയിൽ ഒരു ദേവാലയത്തിൽ ഇരിക്കുന്ന സമയത്ത്, അവിടെ ഞാൻ പട്ടമേറ്റ് 2006 ഞാൻ അവിടെ പോയി ചാർജ് എടുത്ത സമയം, അപ്പോൾ ഒരു വിവാഹ നിശ്ചയത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചു. ഞാൻ നടത്തുന്ന ദേവാലയത്തിലെ ഒരു പെൺകുട്ടിയെ വിവാഹ നിശ്ചയത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചു. അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശുശ്രൂഷകനും, ദേവാലയത്തിൽ എന്നെ അസിസ്റ്റ് ചെയ്യുന്ന മദ്ബഹാല ശുശ്രൂഷകനെ വിളിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിവാഹ നിശ്ചയത്തിന് പോയത്. ഫംഗ്ഷനെല്ലാം കഴിഞ്ഞു തിരിച്ചു വന്ന് ഞാൻ അന്ന് താമസിക്കുന്നത് ബോംബെ അരമനയിലാണ്. അപ്പോൾ വൈകിട്ട് ആ ദേവാലയത്തിൻ്റെ സെക്രട്ടറി എന്നെ ഫോൺ വിളിച്ച് എന്നോട് ചോദിച്ചു, അച്ഛാ, ഞാൻ ഇന്ന ആളാണ്, ഇന്ന വ്യക്തിയാണ്, അച്ഛൻ ആരോട് ചോദിച്ചിട്ടാണ് ഇന്നത്തെ കല്യാണ വിരുന്നിന് ശുശ്രൂഷകനെ കൊണ്ടുപോയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചോദ്യം അന്ന് ചോദിച്ചപ്പോൾ, പ്രിയമുള്ളവർ, ഞാൻ പ്രതികരിച്ചത് വേറെ രീതിയിലാണ്. കാരണം അന്ന് ഞാൻ പട്ടയേറ്റ സമയമാണ്, സന്യാസ വൈദികനാണ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരമുണ്ട് ഒരു സൈഡ്, ഞാൻ എന്തോ ആണെന്ന ഭാവം, അഹംഭാവം എല്ലാം ഉള്ളിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ചോദിച്ച ആ ചോദ്യത്തിന് ഞാൻ തിരിച്ചു പറഞ്ഞ ഉത്തരമെന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. ഇന്ന് ഓർക്കുമ്പോൾ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഏറെ വിഷമം ഇന്ന് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ആരോട് ചോദിച്ചിട്ടാണ് അച്ഛൻ ശുശ്രൂഷകനെ കൊണ്ടുപോയതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എടുത്തു ചോദിച്ച ചോദ്യം, പ്രിയമുള്ളവരെ, താൻ ആരാന്നാണ് ചോദിച്ചത്. എന്നോട് ചോദ്യം ചോദിക്കാൻ താൻ ആരാണെന്ന് ചോദിച്ചു. അദ്ദേഹം നല്ല പ്രായമുണ്ട്. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ഈ പള്ളിയുടെ സെക്രട്ടറിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, ഞാൻ ആരാന്നറിയാമെന്ന് ചോദിച്ചു.
അപ്പോൾ ഞാനന്ന് സഹവികാരിയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പള്ളിയുടെ സഹവികാരിയാണ്. സഹവികാരിയുടെ മുകളിലല്ല സെക്രട്ടറി, അതിന് താഴെയാണ്. ആരെ കൊണ്ടുപോകണം, ആരുടെ കൂടെ പോകണമെന്ന് തീരുമാനിക്കുന്ന ഞാനാണ്. എന്നെ ചോദ്യം ചെയ്യാൻ താൻ ആരോടോ എന്ന് ചോദിച്ച് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഇന്ന് ഞാൻ അങ്ങനെ ചോദിക്കില്ല. കാരണം നമ്മുടെ അനുഭവങ്ങൾ പലതും നമ്മളെ പഠിപ്പിച്ചല്ലോ. അന്ന് ആ ചോദ്യം ചോദിച്ച് അതിന് മുമ്പ് ഒരു പക്ഷേ ഞാൻ ഈ വചനം ധ്യാനിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കങ്ങനെ ചോദിക്കാൻ സാധിക്കും. എന്നിലുള്ള അഹംഭാവമാണ് അങ്ങനെ ചോദിച്ചത് ഞാൻ ഇപ്പോൾ തിരിച്ചറിയും. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഇതേ ചോദ്യമാണ് ചോദിച്ചത്, നീ ഏത് അധികാരത്തിലാണ് ഇത് ചെയ്തത്? അപ്പോൾ യേശുക്രിസ്തു അവരോട് പറയുകയാണ്. അവൻ മറുപടി പറഞ്ഞു, ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ. നിങ്ങൾ ഉത്തരം പറഞ്ഞു. നിങ്ങൾ എന്നോട് വന്ന് ചോദ്യം ചോദിച്ചു, എന്താണ്, നീ ഏത് അധികാരത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? നിനക്ക് ആരാണ് ഈ അധികാരം തന്നത്? അപ്പം ഞാൻ തിരിച്ചൊരു ചോദ്യം, നിങ്ങളൊരു ചോദ്യം, നിങ്ങൾ എനിക്ക് ഉത്തരം തന്നാൽ ഞാനും നിങ്ങൾക്ക് ഉത്തരം തരാം. എത്ര സിമ്പിളായിട്ടുള്ള മറുപടി. ഇപ്പോൾ യേശുക്രിസ്തു ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ മാമോദീസ സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ പരസ്പരം ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക. യേശുക്രിസ്തു സിമ്പിൾ ചോദ്യം ചോദിച്ചു. യോഹന്നാൻ സ്നാപകൻ ഈ ഭൂമിയിൽ വന്ന് നടത്തിയ മാമോദീസ ഉണ്ടല്ലോ, അത് സ്വർഗത്തിൽ നിന്നാണോ അതോ മനുഷ്യരിൽ നിന്നാണോ? അപ്പോൾ ഇവരിങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുക, പരസ്പരം ആലോചിച്ച് നിൽക്കുമ്പോൾ അവർ പരസ്പരം പറയുന്ന കാര്യമാണ് ഇവിടെ. സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും. അപ്പോൾ ഇവർ പരസ്പരം പറയുകയാണ്, സ്വർഗത്തിൽ നിന്നാണോ മനുഷ്യരിൽ നിന്നാണോ ചോദ്യം. അപ്പോൾ സ്വർഗത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഇവൻ ചോദിക്കും, എന്താണ് ഇത്, നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ യോഹന്നാനെ സ്വീകരിച്ചില്ല? മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറും. എന്തെന്നാൽ യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ മനുഷ്യരിൽ നിന്നാണെന്ന ഉത്തരം പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ജനം മുഴുവൻ എന്ത് ചെയ്യും? നമ്മളെ കല്ലെറിയും. ഈ പ്രമുഖന്മാരെല്ലാം അവർ കൈകാര്യം ചെയ്യും. കാരണം യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് ആ സമൂഹം, അന്നത്തെ സമൂഹം വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് ഉത്തരം കിട്ടുന്നത് സ്വർഗമൊന്നും പറയാൻ പറ്റുന്നില്ല, മനുഷ്യനെന്നും പറയും. അപ്പോൾ അവർ പറഞ്ഞു, അതിനാൽ അവർ മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞറിയോ? എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവർ പറയുന്ന ഉത്തരമാണ്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എവിടെ എന്നാ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എന്താ പറയണ്ടേ? നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇത് സ്വർഗ്ഗമാണോ മനുഷ്യനാണോ എന്ന് പറഞ്ഞ് രണ്ട് വിഭാഗമായി ചേരി തിരിഞ്ഞിരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് പരസ്പരം കരുതയ്ക്കാനുള്ളതല്ലല്ലോ ഇത്. യേശുക്രിസ്തു ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അറിയാൻ പാടില്ലാത്ത കാര്യം അറിയില്ല എന്ന് പറഞ്ഞാലല്ല അതിൻ്റെ ഏറ്റവും നല്ല ഉത്തരം. എന്നാൽ നമ്മൾ പലരും എന്താ ചെയ്യുന്നത്? അറിയാൻ പാടില്ലാത്ത കാര്യം അറിയാമെന്ന ഭാവത്തിലൂടെ ഞാൻ പറയുന്ന ചില പൊള്ളത്തരല്ല നമ്മൾ പലപ്പോഴും വിളിച്ചു പറയുന്നത്. ഒരു കാര്യമില്ലാതെ എന്താന്ന് പോലും അറിയാത്തവർ പോലും എന്ത് ചെയ്യുകയാണ്? സഭയുടെ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. സഭയുടെ കാര്യങ്ങൾ ശബ്ദമുയർത്തുകയാണ്. സഭ എന്താണോ, വിശുദ്ധന്മാരെന്താണോ, പൗരോഹിത്യം എന്താണോ ഒന്നും അറിയാത്തവർ ഇന്ന് വീമ്പിളക്കുമ്പോൾ ഇവിടെ ഈ നിയമജ്ഞന്മാരും പുരോഹിത പ്രമുഖന്മാരും പിന്നെ ജനപ്രമാണികളും യേശുക്രിസ്തു മുമ്പിൽ പറയുകയാണ്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, വി ഡോണ്ട് നോ, ഞങ്ങൾക്കറിയില്ല. അപ്പോൾ യേശു പറഞ്ഞു, എന്ത് അധികാരത്താലാണെന്ന് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പ്രശ്നം തീർന്നു. വെരി സിമ്പിൾ. പറയുമ്പോൾ എത്ര ഈസി ആയിട്ടാണ് യേശുക്രിസ്തു ഈ പ്രശ്നത്തെ, അതായത് ഒരാളോട് നീ ഏത് അധികാരത്താലാണോ ഇത് ചെയ്യണേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതാനുഭവം, ഞാൻ പ്രതികരിച്ചത് നേരെ എക്സ്ട്രീം ലെവലിലാണ്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ആ അഹംഭാവം കിടക്കുമ്പോൾ, സ്ഥാനത്തിരിക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്ന ഉത്തരം ഇതായിരിക്കും, നീ ആരാണ്, ഹു ആർ യു, എന്നോട് ചോദ്യം ചെയ്യാൻ എന്നേ നമ്മൾ ചോദിക്കുള്ളൂ. ഒരു യേശുക്രിസ്തു എത്ര സിമ്പിളായിട്ട് ഈ പ്രശ്നത്തെ അവർ പരിഹരിച്ചു എന്നുള്ളതാണ്. യേശുക്രിസ്തു ചോദിച്ച ഒറ്റ ചോദ്യം, ആ ചോദ്യത്തിന് ഇവർക്ക് ഉത്തരം അറിയാമായിരുന്നിട്ടും, എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ഉത്തരം ജനം എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സമൂഹം ഇവരെങ്ങനെ വേട്ടയാടുമെന്ന ഭയം അവർ വേട്ടയാടിയപ്പോൾ, അല്ലെങ്കിൽ ആ ഭയം അവരെ കാർന്ന് തിന്നപ്പോൾ അവർ എടുത്ത നിലപാട് ഞങ്ങൾക്കറിയാൻ മേല, ഞങ്ങൾക്കറിയില്ല. എവിടെ സ്വർഗത്തിനാണോ മനുഷ്യരിൽ നിന്നാണോ നോക്കി ഞങ്ങൾക്ക് അറിയാൻ മേല. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഞാനും നിങ്ങളോട് പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ എന്തിന് ഉത്തരം തരണം?
ആ പ്രശ്നത്തെ വളരെ ലളിതമായി സോൾവ് ചെയ്യാൻ സാധിച്ച ക്രിസ്തുവിൻ്റെ നിലപാടുണ്ടല്ലോ പ്രിയമുള്ളവരെ, അതാണ് ക്രൈസ്തവ സഭയുടെ നിലപാട്. പക്ഷേ യാദൃശ്ചികമായി പറയട്ടെ, ഈ നിലപാടല്ല ഇന്ന് എൻ്റെയും നിങ്ങളുടെയും. ഞാൻ 16 വർഷം മുമ്പ് എടുത്ത നിലപാട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എത്രയോ അഹങ്കാരത്തിൽ നിന്നാണ് ഞാൻ ആ നിലപാടെടുത്തത്. ഇന്ന് പലപ്പോഴും പല ആളുകളും എടുക്കുന്ന നിലപാട് ഇതല്ല പ്രിയമുള്ളവരെ. അവരോട് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും സാധിക്കാതെ അവരെ എതിർക്കുന്ന, പ്രൊവോക്ക് ചെയ്യുന്ന നിലപാടുകളല്ലേ ഞാനും നിങ്ങളും എടുക്കുന്നത്. യേശുക്രിസ്തു എന്തുമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും. ദൈവമേ, നീ എത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ചതാണ്. നിൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതല്ലേ ഈ ജീവിതം. ഇതായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും നിലപാട്. അല്ല, അപ്പോസ്തലന്മാരുടെ കാല് കഴുകിയപ്പോഴും അവനെടുത്ത നിലപാട് അതല്ലേ. എല്ലാവരുടെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കാല് പോലും കഴുകിയിട്ട് കസേരയിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ഗുരുവും പിതാവുമായിട്ട് കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഞാൻ ചെയ്തതുപോലെ നിങ്ങളും പരസ്പരം ഇതുപോലെ ചെയ്യണം. കാലുകൾ കഴുകാനുള്ള മനസ്സ് ഇന്ന് ക്രൈസ്തവ സഭാമക്കൾക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ എന്തൊക്കെയോ നേടി എന്ന ഭാവം, എനിക്ക് എന്തൊക്കെയോ കിട്ടി, ഞാൻ കഷ്ടപ്പെട്ട് എല്ലാം നേടി, എനിക്ക് സമ്പത്തുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, പണമുണ്ട്, അധികാരമുണ്ട്, പ്രമാണികളിൽപ്പെട്ട ആളാണ് ഞാനൊക്കെയല്ല ചിന്ത. ഇത് നമ്മളെ ക്രൈസ്തവ സ്നേഹത്തിൽ നിന്നും മാറ്റിമറിച്ച് ഇന്ന് ഈ ലോകത്തിൻ്റെ അധിപന്മാർക്ക് നമ്മൾ കാഴ്ചവെച്ചിരിക്കുകയാണ്. അതിൽ നിന്നൊരു മാറ്റം നമുക്ക് ആവശ്യമില്ലേ? നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ, നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഈ ചെയ്തുപോലെയുള്ള ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥകളെ ഞാൻ നേരിടുന്ന രീതിക്ക് ഒരു മാറ്റം ആവശ്യമല്ലേ പ്രിയമുള്ളവർ? നമുക്ക് എവിടെയൊക്കെ മാറേണ്ടതല്ലേ? ക്രൈസ്തവ സഭയുടെ സാക്ഷ്യം നിലനിർത്തണമെങ്കിൽ നമുക്കൊരു മാറ്റം അനിവാര്യമല്ലേ പ്രിയമുള്ളവർ? ആ മാറ്റം തുടങ്ങേണ്ടത് എന്നിൽ നിന്നാണ്. പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് മുകളിലിരിക്കുന്നവർ ആദ്യം മാറട്ടെ എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ലല്ലോ. മാറ്റം ഉണ്ടാക്കേണ്ടത് എന്നിൽ നിന്നാണ്. ഞാനാണ് മാറേണ്ടത്. ഈ സഭയിലെ അംഗമെന്ന നിലയ്ക്ക് എൻ്റെ ചിന്താഗതികൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ, എൻ്റെ സംസാര രീതി, എൻ്റെ ജീവിത രീതി എല്ലാം മാറണ്ടേ? ജീവിക്കുകയാണെങ്കിൽ ക്രൈസ്തവ സഭയിൽ ജീവിക്കണമെന്ന് മറ്റുള്ളവർ പറയണമെങ്കിൽ നമുക്ക് ജീവിച്ച് കാണിക്കണ്ടേ? ഇതാണ് ഏറ്റവും നല്ലത്, ദ ബെസ്റ്റ് എന്ന് പറയുവാൻ, ക്രിസ്ത്യൻ ലൈഫ് ഈസ് ദ ബെസ്റ്റ് ലൈഫ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണ്ടേ? ജീവിക്കണ്ടേ? തയ്യാറാണോ? നിലപാടുകൾ മാറ്റം വരുത്തണ്ടേ? എൻ്റെ സംസാരത്തിൽ മാറ്റം വരുത്തണ്ടേ? എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണ്ടേ? യേശുക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കണ്ടേ? യേശുക്രിസ്തു എടുത്ത നിലപാട് ഞാനും എടുക്കണ്ടേ? എൻ്റെ സംസാരവും എൻ്റെ പ്രവൃത്തി എല്ലാം അങ്ങനെ ആവണ്ടേ? അങ്ങനെ ആയാൽ പ്രിയമുള്ളവർ, അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അഴകെന്ന് പറയും. അല്ലാതെ നമ്മൾ ധരിച്ചിരിക്കുന്ന വേഷമോ, നമ്മൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന പണമോ, ഞാനിരിക്കുന്ന കസേരയോ, ഇതൊന്നും അല്ല പ്രിയമുള്ളവർ അഴകെന്ന് പറയുന്നത്. അഴകെന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ഒപ്പം നിൽക്കുന്ന, മണവാളൻ്റെ കൂടെ നിൽക്കുമ്പോൾ ആ മണവാട്ടിക്ക് അഴക് അല്ലേ? മണവാളനില്ലാതെ നിന്നാൽ മണവാട്ടി ചൂഷണം ചെയ്യപ്പെടും. നമ്മളെവിടെയോ മണവാളനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവസരങ്ങളിൽ മാത്രം പ്രദർശിപ്പിക്കുന്ന ദൈവമായി നമ്മുടെ ദൈവം മാറിക്കൊണ്ടിരിക്കുക. അല്ലാത്തപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാം എന്ന ചിന്താഗതി. ഇത് മാറണം. സഭയിൽ മാറ്റമുണ്ടാകണം. നിലപാടുകൾ മാറ്റമുണ്ടാകണം. സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കണം. എനിക്കെല്ലാം അനുകൂലമായി എല്ലാം കിട്ടിയതുകൊണ്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് ഇതര സഭാമക്കളെ വേദനിപ്പിക്കല്ലേ പ്രിയമുള്ളവരെ? ഇതെല്ലാം കർത്താവിന് തിരുസന്നിധി, ഈ സഭാമക്കളുടെ കണ്ണീരെല്ലാം കർത്താവിന് തിരുസന്നിധിയിൽ ഒരു ബലിയായി സ്വരൂപിക്കപ്പെടുന്നുണ്ടെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. നല്ലതാണ്. അതുകൊണ്ട് ഇതര മതസ്ഥരെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ നേടിയെടുക്കുന്ന പലതും എനിക്ക് കൊണ്ടുപോകാനോ, സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന ഒന്നും, ഞാൻ നേടിയെടുത്തതൊന്നും എനിക്ക് പ്രയോജനമില്ലാത്തൊരു സമയം വരും. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമുക്ക് കർത്താവിൻ്റെ നിലപാടിലേക്ക്, പ്രതിസന്ധിയുടെ മധ്യത്തിൽ, വേദനകളുടെ മധ്യത്തിൽ, എനിക്ക് എതിർപ്പുകൾ ഉണ്ടാകുന്ന മധ്യത്തിൽ ഞാൻ എടുക്കുന്ന നിലപാട് ക്രിസ്തുവിൻ്റെ നിലപാടായി, അത് സമൂഹത്തിലും സഭയിലും കുടുംബത്തിലും എല്ലാം ക്രിസ്തുവിൻ്റെ നിലപാടായി
മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കതിന് ശക്തി നൽകട്ടെ. നമുക്കൊരു നിമിഷം തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ടായപ്പോൾ, എതിർപ്പുകളുണ്ടായപ്പോൾ, വിഷമകരമായ ഘട്ടങ്ങളോടെല്ലാം കടന്നുപോയപ്പോൾ ഞാനെടുത്ത നിലപാട് എൻ്റെ നിലപാടാണ്. അത് പലപ്പോഴും പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ നിലപാടിലേക്ക് വളരുവാനും ഉയരുവാനും കർത്താവ് എന്നെ ശക്തിപ്പെടുത്തണം. എൻ്റെ കുടുംബത്തിൽ പ്രതിസന്ധി ഉണ്ടായാൽ, ഞാൻ പോകുന്ന ഇടവകപ്പള്ളിയിൽ, ഞാനായിരിക്കുന്ന സഭയിൽ, ഞാനായിരിക്കുന്ന ഭദ്രാസനത്തിലെല്ലാം ഇതുപോലെയുള്ള ചോദ്യങ്ങളുണ്ടാകുമ്പോൾ, എന്നെ വിമർശിക്കുന്ന സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ, കർത്താവെ, നീ എടുത്ത നിലപാടെടുക്കുവാൻ എനിക്ക് ശക്തി തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തണമേ. ആയത് പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെ പ്രാർത്ഥനകളാൽ തന്നെ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസും നാം എല്ലാവരുടെ മേലെന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. Maria.